നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് ആൻഡ് മെസ്സേജസ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് നമുക്ക് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചിലർക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അത് ചില ആളുകൾക്ക് കുറേ നാളുകളായിട്ട് ചിലപ്പോൾ ഒരു ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിരിക്കുന്ന ആൾക്കാരായിരിക്കാം, ടെസ്റ്റൊക്കെ എഴുതി നോക്കിയിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് നോക്കിയിരിക്കുന്ന ആളുകളായിരിക്കാം. ചില ആളുകൾക്ക് ഇതൊരു എക്സാം എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും കാണുന്നത്. എന്തായാലും അവരുടെ വെയിറ്റിംഗ് കഴിഞ്ഞു, അതായത് നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ചിലർക്ക് അത് അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ട് വരാം, ചിലർക്ക് അത് ഓഫർ ലെറ്റർ ആയിട്ട് വരാം. അങ്ങനെ ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാനുള്ള ടൈം ആയിരിക്കുന്നു. ചില ആളുകൾക്ക് ചില കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ടാവും. അപ്ലൈ ചെയ്തിട്ടൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നു, അങ്ങനെ എല്ലാ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. എന്തായാലും എന്ത് വെയിറ്റിംഗ് ആണെങ്കിലും ആ വെയിറ്റിംഗ് എനർജി കഴിഞ്ഞ് നമുക്കതിൻ്റെ റിസൾട്ട് വരുന്നു, അതായത് നല്ല റിസൾട്ട് വരുന്നു എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞൊരു എനർജിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു മണിയുടെ എനർജിയാണ് ഇതിനകത്തും കാണിക്കുന്നത്. സമ്പൽ സമൃദ്ധി എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ചില ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇന്നത്തെ ദിവസം നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് കൃഷി അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്നും ഒരുപാട് വിളവ് കിട്ടാനും അതുവഴി നമുക്ക് സമ്പത്ത് കിട്ടാനും ചാൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ആർട്ടിസ്റ്റിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കും അതിന് ഇന്നത്തെ ദിവസം നല്ലൊരു ബൂസ്റ്റ് കിട്ടുക, അതായത് ഒരു പ്രോഫിറ്റിലേക്ക് വരാനുള്ള ആ ചാൻസാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അടുത്തത് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ചില ആളുകൾക്ക് പാസ്റ്റ് ലൈഫിലുണ്ടായ ചില ട്രോമാസ്, അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ ചില വേദനകൾ, ചില ആളുകൾക്ക് ഇത് കുട്ടിക്കാലത്ത് ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് കഴിഞ്ഞു പോയ ജീവിത സമയത്തിനുള്ളിൽ ചില ആളുകൾക്കത് റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ചില ആളുകൾക്ക് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടായ ചില ബാഡ് എക്സ്പീരിയൻസ് ആവാം. എന്ത് തന്നെ ആയാലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യത്തിൻ്റെ ഒരു ഓർമ്മ നമ്മളിലേക്ക് വീണ്ടും വീണ്ടും വരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വീണ്ടും വരികയും ആ ഓർമ്മയിൽ നിന്നുള്ള കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വീണ്ടും വേദനിക്കുന്ന ഒരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമല്ല. പാസ്റ്റിൽ കഴിഞ്ഞു പോയി അത് വീണ്ടും നമ്മുടെ ഓർമ്മകളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. അത് അങ്ങനെ ഓർമ്മകൾ വരുമ്പോൾ അത് കട്ട് ചെയ്യാനായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം എല്ലാവർക്കും അത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും വീണ്ടും വരും. പക്ഷേ അതിനെ നമ്മൾ കട്ട് ചെയ്ത് അത് എന്താ പറയുക, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഹീൽ ചെയ്ത് പോയാലാണ് ഇത് നമ്മളിൽ നിന്ന് വിട്ടുപോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മളിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചില ആളുകൾക്ക് ഇന്ന് അങ്ങനത്തെ ഒരു എനർജി വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ചില ആളുകൾ വളരെ നാളുകളായി എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ്. കഠിനാധ്വാനം ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രൊമോഷൻ്റെ കാര്യമായിരിക്കാം, ചിലപ്പോൾ ഒരു സാലറി ഹൈക്കായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനലബ്ധിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ഇന്ന് അത് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. അതായത് ചില ആളുകൾ ഒരു അധികാര പദവിയിലേക്ക് എത്തിപ്പെടുന്നു. ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു വാല്യൂ കിട്ടാത്ത ചില ആളുകളുണ്ടാവും. നമ്മൾ എന്ത് പറഞ്ഞാലും മറ്റുള്ള ആൾക്കാർ അംഗീകരിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്കും നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ അവരത് അംഗീകരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു അംഗീകാരം ഫാമിലിക്കുള്ളിൽ കിട്ടുന്ന ഒരു എനർജിയാണ്. ചില ആളുകൾക്ക് ഇത് ചില ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലോ
അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ഇതിലും ഒരു സ്ഥാനങ്ങൾ കിട്ടുന്നതാണ്. ചില ആളുകൾക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ പറയുന്ന കാര്യത്തിന് ഒരു വിലയും കൽപ്പിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോഴും ഇന്നത്തെ ദിവസം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒഫീഷ്യലി ചില ഗ്രൂപ്പ് ചർച്ചകളോ ഡിസ്കഷൻസോ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ പറയുന്ന ആശയങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കിട്ടാൻ ഉള്ള ചാൻസാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ചില ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു ജോലി കിട്ടാനുള്ള ചാൻസ്, പുതിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ചില ആളുകൾക്ക് ഇതിനകത്ത് പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ ചില ഗ്രൂപ്പുകൾ ഇപ്പം കൾച്ചറൽ ആക്ടിവിറ്റീസ് ഗ്രൂപ്പോ അല്ലെങ്കിൽ യോഗ ക്ലബ്ബുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ നടത്തുന്ന ഒരു ഗ്രൂപ്പിലേക്ക് ചെന്നപ്പെടാൻ ഉള്ള ചാൻസ് ഉണ്ട്. അതിനൊരു എൻട്രി കിട്ടുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ വരുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് വരുന്നത്. നൈറ്റ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് എന്ത് കാര്യങ്ങൾ ഉദ്ദേശിച്ചാലും അത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു എന്നാണ് കാണുന്നത്. വളരെ അഗ്രസീവായിട്ട് കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ചില കോഴ്സുകളോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങി വെച്ചിട്ട് അത് ഇടയ്ക്ക് വെച്ച് നിർത്തി ഇട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ചില ആളുകൾ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്ത് പകുതിയായി കഴിഞ്ഞപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളുണ്ടാവാം. അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള എനർജിയാണെന്ന് കാണിക്കുന്നത്. അത് വളരെ അഗ്രസീവായിട്ട് ചെയ്യുകയും അതിന് നല്ലൊരു ഫാസ്റ്റായിട്ടുള്ളൊരു റിസൾട്ടും കിട്ടും എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടവർ കാർഡാണ്. ഇതിനകത്ത് ചില ആളുകൾക്ക് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് ചില തിരിച്ചടികൾ കിട്ടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസായിട്ടും ചില തിരിച്ചടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അതുകൊണ്ടിട്ട് മാനസികമായൊരു സമ്മർദ്ദത്തിലും ഒരു വേദനയിലും ഇന്ന് പോകുന്ന ചില ആൾക്കാരുടെ എനർജിയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.